ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്നോട് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ക്ലീനിങ്ങും പിന്നെ എല്ലാത്തിൻ്റെ ഒരു സ്ഥാനം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ വിറകടുപ്പാണ് കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡെയിലി യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ തുടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഡെയിലി തുടക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പൊടിയും കച്ചറയും കാര്യങ്ങളൊന്നുമില്ല, കരിയും കാര്യങ്ങളൊന്നും. കാരണം ഡെയിലി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാട്ടോ കിടക്കൽ. പിന്നെ ഇതാ ഇങ്ങനെ ഗ്യാസിൻ്റെ അടുത്ത് അടുത്തുള്ള ഉപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു. അതിൻ്റെ അടുത്ത് തന്നെ പിന്നെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് വെച്ചു. പിന്നെ അതിന് ജനലിൻ്റെ മുകളിൽ വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് തുടച്ച് വെച്ചു. കാരണം കാര്യമായിട്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ഡെയിലി ഞങ്ങൾ വൃത്തിയാക്കുന്ന ഏരിയ അല്ലേ. പിന്നെ കെറ്റിലും കാര്യങ്ങളെല്ലാം കുറച്ച് പൊടിയൊക്കെ പൊടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്താക്കി അത് മൊത്തത്തിലൊന്ന് ക്ലീനാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ്. കെറ്റിൽ ഡെയിലി യൂസ് ആക്കല്ല, ഇടയ്ക്ക് യൂസ് ആക്കലുണ്ട്, വെള്ളം വെക്കുമ്പോൾ മാത്രം. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ സ്പൂണും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. ആ ഒരു ഏരിയയെല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്ത ശേഷം അതത് സ്ഥാനത്ത് തന്നെ വെച്ചു. പിന്നെ അതാ കൗണ്ടർ ടോപ്പിൽ ഡെയിലി തുടക്കാത്ത ഈ സൈഡെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ ഒന്ന് മൊത്തത്തിൽ ക്ലീനാക്കി. ഇത് സ്വിച്ച് ബോർഡെല്ലാം ചിലപ്പോൾ നമുക്ക് അറിയോടെ എന്തെങ്കിലും വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കൈനോടായിട്ടാ പോലെ നമ്മൾ തൊടുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ എന്തായാലും കച്ചറ പിടിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് തുടച്ചെടുക്കും. കിച്ചണിൽ കാര്യമായിട്ട് വേണ്ടത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ പാത്രം കഴുകിയപ്പാട് വെള്ളത്തോട് നമ്മൾ വെക്കണ്ട. അങ്ങനെ ആകുമ്പോൾ കൂർശെല്ലാം കുറേ കൂടുതലുണ്ടാവും. ഇങ്ങനെ കഴുകി ഉണക്കിയ ശേഷം എടുത്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ ഞാനൊന്ന് ഇങ്ങനെ മുകളിലൊരു തട്ടുണ്ട്, അപ്പം അവിടെ ഒന്ന് ക്ലീനാക്കി അവിടെ ഒരു കുറച്ച് ചെടിയും കാര്യങ്ങളും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ പൊടിയെല്ലാം ഒന്ന് ബ്രഷ് കൊണ്ട് മാറ്റിയ ശേഷം ഞാൻ 2-3 മണി പ്ലാന്റ് ഒന്ന് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനവിടെ അത് ഒരു 3 എണ്ണം അവിടെ കൊണ്ടുവച്ചു. എന്താ വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളത് വെച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ നമ്മളെ മിടുക്ക്. കാരണം നമ്മൾ കയ്യിലുള്ള സാധനം വെച്ച് അത് ഒരു വൃത്തിയിൽ നല്ല രീതിയിൽ ഒന്ന് നേരെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഞാനവിടെ ചെടിയെല്ലാം കൊണ്ടുവച്ച് ഒന്ന് അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു മേശയ്ക്ക് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ, ഗ്യാസ് വെച്ചത്. അതുകൊണ്ടൊരു ഭംഗിയായി. അല്ലെങ്കിൽ ആ ഒരു മേശൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ ഒരു പാങ്ങുണ്ടായിട്ടാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ കബോർഡിൻ്റെ ഇതെല്ലാം ഡോറും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്തു. കാര്യമായിട്ടുള്ള കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഡെയിലി ഇങ്ങനെ തുടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മൾ ഡെയിലി തുടക്കുമ്പോൾ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും തുടച്ചാൽ എന്താ വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും കച്ചറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് സാധനമായാലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ആ ഡോറും കാര്യങ്ങളെല്ലാം ഒന്ന് കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഞാൻ തുടച്ചെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതാകുമ്പം പെട്ടെന്ന് അത് തുടച്ചെടുക്കാൻ പറ്റും. കബോർഡിൻ്റെ ഡോറിലെല്ലാം നല്ലോണം അഴുക്കുണ്ടെങ്കിൽ ക്ലോത്തിലേക്ക് കുറച്ച് ടർപ്പൻ്റ് ഓയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി, നീറ്റായി കിട്ടുള്ളൂ. നല്ലോണം വേണ്ട, കുറച്ചെടുത്ത് ക്ലോത്തിൽ നിന്ന് ആക്കിയിട്ട് ശേഷം ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ നീറ്റായി കിട്ടും. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തിയായി ഇരിക്കേണ്ട ഒരു ഭാഗം തന്നെയല്ലേ കിച്ചണ്. ആഴ്ചയിലെങ്കിലും ഒന്ന് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്.